വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീട് നമ്മുടെ കേരളത്തിൽ ഇന്നെന്താ ആ വീടിന്റെ ഹൗസ് വാമിംഗ് ചടങ്ങാണ്. കുറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ഒരു പരിപാടി. സാധാരണ ലഞ്ചിനും ഡിന്നറിനും ഒക്കെയാണ് നമ്മൾ പോകാറും അതേപോലെ തന്നെ കാണാറും. പക്ഷെ എല്ലാം മാറ്റി മറിച്ചൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇവിടെ സ്പീഡ് വില്ലയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. സമയം പുലർച്ചെ 5 മണി. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണുള്ളത്. ഇന്ന് ഈ കാണുന്നതാണ് സ്പീഡ് വില്ല. ഇതാണ് ഷംസുക്ക. മൂപ്പർക്ക് ദുബായിൽ സ്പെയർ പാർട്സിന്റെ ഹോൾസെയിൽ കച്ചവടമാണ്. പുലർച്ചെ 5 മണിക്കാണ് പരിപാടി നടക്കുന്നത്. തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്നും മെയിൻ ആൾക്കാർ എല്ലാവരും എത്തിയിട്ടായിരുന്നു. ഇനി എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പ്രയറിന് അങ്ങോട്ട് പോവാണ് ഈ ഒരു പുതിയ വീട്ടിൽ വെച്ചിട്ട്. വീടിന്റെ ആ താക്കോല് തുറക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. അങ്ങനെ പാല് കാച്ചിലൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 500 ആൾക്കാരുടെ പരിപാടിയാണ്. വളരെ അടുത്ത റിലേറ്റീവ്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഒരു ലക്ഷറിയസ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീടിന്റെ ഉള്ളിൽ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ലക്ഷറി സ്റ്റൈലിലാണ്. ഈവൻ കളർ കോഡിംഗ് വരെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ആർക്ക് എന്ന് പറഞ്ഞ ടീമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് ഇവരാണ് ആർക്കിടെക്ട്സ്. അങ്ങനെ വരുന്നവരെല്ലാം വീടെല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മുടെ റെയിൻബോ കാറ്ററിംഗ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രെഡ്സ്, ചിക്കൻ ഉണ്ട്, മീനുണ്ട്, ബീഫ് ഉണ്ട്, എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ. അപ്പൊ നിങ്ങളൊരു ഫുഡ് ലവർ ആണെങ്കിൽ എപ്പോഴെങ്കിലും റെയിൻബോന്റെ കാറ്ററിംഗിന്റെ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ അവരുടെ ഫാൻ ആവും. എന്തായാലും എല്ലാ പരിപാടികളും വളരെ അത്യുത്തമമായിട്ട് രാവിലെ തന്നെ നടന്നു. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഭക്ഷണം? നല്ല ഭക്ഷണമാണ്. ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഭക്ഷണം ഒരേ ക്വാളിറ്റി അല്ല, എല്ലാ സൈസും പിന്നെ ഉണ്ടാക്കുന്നതിലാണുള്ളത്. ബാക്കിയുള്ള സാധനം ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഈ രുചിയാണ് മനുഷ്യന്. കുറേ ഉണ്ടായിട്ട് പോലുമില്ല. കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും രുചിയോട് കൂടി കഴിക്കണമെന്നുള്ളതാണ്. അപ്പൊ രുചിയോട് കഴിക്കണമെങ്കിൽ റെയിൻബോ, ഞാൻ കുറേ സ്ഥലത്ത് റെയിൻബോനെ കണ്ടിട്ടുണ്ട്. പിന്നെ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യയിൽ കണ്ട് നമ്മൾ നോക്കി നിന്നു പോകും. ഉള്ളിൽ തന്നെ ഒരു ജിമ്മൊക്കെ ഇവർ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഇതെല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. അപ്പം മോർണിംഗ് വർക്കൗട്ടൊക്കെ ഇനിയിപ്പം ഇവിടുന്ന് തന്നെ ആക്കാം. പുറത്ത് ജിമ്മിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഫാമിലിക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഓഫീസ് റൂമും ഇവിടെ ഉള്ളിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഓഫീസ് റൂം, ഒരു മോഡേൺ ലുക്കിലുള്ള ഓഫീസ് റൂം എന്ന് പറയാം. പിന്നെ നമ്മുടെ ഷംസുഖാന് കിട്ടിയിട്ടുള്ള കുറേ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് തന്നെ ഉണ്ട്. എന്തായാലും വീടിന്റെ ഇന്റീരിയർ ഭാഗം നമ്മളെല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പൊ അധികം ഞാൻ നാളെ പള്ളിക്കര പോയിരുന്നു. പള്ളിക്കര ഏറ്റവും നല്ല ഭക്ഷണമായി ഇവിടെ ഇത് കിട്ടിയത്. നല്ല ഭക്ഷണം. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു സെറ്റ് തന്നെ കംപ്ലീറ്റ് നിന്നിന്. അപ്പൊ ചോദിച്ചാൽ എന്തെന്നാ ഈ ഭക്ഷണത്തിന്റെ ഇതെന്ന് അറിയും. വേറെ ഭക്ഷണത്തിന്റെ ആ ഒരുക്കുന്നതിന് പ്രത്യേകിച്ചുണ്ട്. ഭക്ഷണം ഒരുക്കിയാലും അത് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നതിലും എല്ലാത്തിലും ഇതിൽ വളരെയധികം വിജയിക്കുന്നുണ്ട്. ഒരു ഭക്ഷണം എപ്പോഴും നല്ലതാവുന്നത് അത് കഴിക്കുമ്പം ആളുടെ വയറും മനസ്സും ഒരേപോലെ നിറയുമ്പോഴാണ് അല്ലേ. നമ്മളിപ്പോൾ ഏത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു പരിപാടിയുടെ നമ്മളുടെയൊക്കെ ഒരു മെയിൻ ലക്ഷ്യം ഭക്ഷണം തന്നെയാണ്. സാധാരണ നമ്മൾ ലഞ്ചും ഡിന്നറൊക്കെയാണ് കാണെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ഒരുപാട് വൈവിധ്യമാർന്ന ഐറ്റംസ് കൊണ്ടുവന്നിട്ട് ഇവരെന്തായാലും നമ്മളെ ഞെട്ടിച്ചു കഴിഞ്ഞു. വീടിന്റെ കാഴ്ചയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം ഒരേപോലെ നമ്മുടെ മനസ്സിനൊരു കുളിർമയേകുന്ന രീതിയിലാണ് ഇവർ സെറ്റാക്കിയുള്ളത്. ഇനിയിപ്പോൾ ഫുഡ് കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തെ ഏരിയയിൽ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിഥികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 500 ആൾക്കാരുടെ പരിപാടിയാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. വരുന്നവരൊക്കെ വീടിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫുഡിനൊപ്പം സർവീസ് ആണെങ്കിലും തന്നെ എടുത്തു പറയേണ്ടതായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓരോ അതിഥികളെയും നമ്മൾ നല്ല രീതിയിൽ സൽക്കരിക്കുക, നല്ല രീതിയിൽ സ്വീകരിക്കുക. അതാണല്ലേ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റി. എന്തായാലും ഗ്രീൻ ആർക്കിന്റെ ടീം വീട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫുഡാണെങ്കിലും റെയിൻബോ കാറ്ററിംഗ് സൂപ്പർ ആക്കിയിട്ടുണ്ട്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.